അവർ നോക്കിയാന്ന് വെച്ചാൽ ആരാധനയ്ക്ക് തന്നെ പോകുന്ന ഇനമാണോ എന്നറിയാൻ അവര്, അതുകൊണ്ടാണ് അവർ നോക്കിയ, അല്ല എന്നെ പ്രതികൂലമൊന്നും നോക്കിയല്ല. ഈ വീറും വൃത്തിയായിട്ട് നേരും ചുവമായിട്ട് തുണി കൊടുത്ത് നടക്കുകയല്ല. അതുകൊണ്ട് അവർ ഓട്ടോക്കാരെല്ലാം നിന്നെ കൊണ്ട് അങ്ങ് വിട്ടു. മനസ്സിലാകുന്നുണ്ടാവല്ലോ? ഇനി ഞാൻ പ്രസംഗിച്ചേ പോകുള്ളൂ, ഞാൻ കരുതി കൂട്ടുക. അതിനായി ഞാൻ ആദ്യം സമയമൊക്കെ ചോദിച്ചു. ഇനിയും സമയമൊന്നും പറയാനൊക്കത്തില്ല. ഇനിയിപ്പോൾ എൻ്റെ സമയത്തിന് ഞാൻ നിർത്തും. ഞാൻ 3 വട്ടം എല്ലാവരോടും ചോദിച്ചു സമയം. അവിടെ ഇരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് വളരെ തീക്ഷ്ണതയോടെ നിന്നവരാ. എന്നാൽ അതിന് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ച ഭവിച്ചു. അയ്യോ, നിന്ന, പീഡ, കൂത്തുകാഴ്ച ആരംഭത്തിൽ. ഇതൊക്കെ വെട്ടിയാറുകാരോട് ഞാൻ പറയണ്ട. കല്യാണപ്പത്തിൽ നെടുന്നേപ്പറ്റി വിട്ടിട്ടില്ലയോ പിതാക്കന്മാരെ? പാട്ട കൊട്ടി കളിയാക്കിയിട്ടില്ലയോ? ചാണകം തളിച്ചില്ലയോ? സ്തോത്രം. അതൊക്കെ സഹിച്ചാ നിന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ വെട്ടിയാറ് ബേദലൈപ്പിച്ച് മാന്യമായ ഹോള പാർട്സനായ ചുറ്റുപാട്. പക്ഷെ ആരംഭകാലത്ത് ഇറങ്ങിയവരോട് ചോദിക്കണം, എന്ത് പീഡ സഹിച്ചതാ അല്ലേ? പൊരുതി പോരാടി പ്രാർത്ഥിച്ച് കഷ്ടതയുടെ തീച്ചൂളക്കകത്തൂടെ പോയ ഇത് പടുത്തുയർത്തിയത്. സ്തോത്രം. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. മാത്രമാണോ, ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു ആരംഭകാലത്ത്. മിന്നുപൊട്ടച്ചെന്നും പറഞ്ഞ് ഞാൻ ഇടിച്ചത്. പക്ഷെ കൊച്ചമ്മ വിറ്റാഴ്ച യോഗത്തിന് വന്നു. ഞങ്ങളുടെ കാവാലത്തുണ്ടായിരുന്നു ഒരു കൈതത്തറയിലെ തങ്കമാമയും പിള്ളേരും മക്കളും. അവരുടെ തങ്കമാമയുടെ ഭർത്താവ് മാച്ചൻകുഞ്ഞെന്ന് പറയും. ഇവർ കനാനായ സമുദായത്തിൽ നിന്ന് ഈ മാർഗത്ത് വന്നതാ. അച്ചായൻ മരിച്ചു, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, പള്ളിയിലടക്കണമെന്നും പറഞ്ഞു. ചായ നല്ല തീക്ഷതയോടെ വന്നത്. ഒച്ചമ്മയും പിള്ളേരും നല്ല തീക്ഷതയാണ്. 1-2 പേർക്ക് അത്ര തീക്ഷത അന്നില്ലായിരുന്നു. അവർ പറഞ്ഞ് അടക്കുകയല്ലെന്ന് പറഞ്ഞു. ഭയങ്കര പെന്തിക്കോസുകാരെയെല്ലാം ഓടിച്ചും വിട്ട് കയറ്റുകയല്ല. അവർ പിന്നെ കുഴപ്പമില്ല. അവസാനം പറഞ്ഞു അടക്ക എന്നാ ചെയ്യും. കൊച്ചമ്മ പറഞ്ഞിരിക്കുക, മൂത്ത സൂസമ്മയുണ്ട് ഇപ്പം തിരുവമ്മണ്ടൂർ, നമ്മുടെ ചെറുത്തലക്കല തമ്പിയുടെ ഭാര്യ, നല്ല പവറാ ആത്മീയത്ത്. സൂസമ്മ പറഞ്ഞു ഇവിടോട്ട് കുഴിവെട്ടാൻ പറഞ്ഞു. ചായന് ഇവിടെ അടക്കുമെന്ന് പറഞ്ഞു. പറമ്പിൽ അവിടെ അടക്കിയേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടാവല്ലോ? എടാ, കുണപ്പെട്ടവനെ എവിടെ അടക്കിയാലെന്നെ, കുണപ്പെടാത്തവനെ കുമ്പനാട്ട് അടക്കിയാലും മനസ്സിലാകുന്നുണ്ടോ? ഗുണപ്പെടാത്തവനെ നമ്മൾ എഴുന്നള്ളിച്ചോട്ട് കുമ്പനാട്ടോട്ട് കൊണ്ടുപോകാൻ എവിടെ അടക്കാൻ? അവൻ അവിടെ അടങ്ങിയേ ഉള്ളു. കാകളൊന്നും ഇരിക്കുമ്പോൾ അവൻ പിന്നെ വരും. പിന്നെ ഒരു വരവുണ്ട് വെളിപ്പാടില്, അറിയാമല്ലോ. സ്തോത്രം. ഗുണപ്പെട്ടവനെ എവിടെ അടക്കിയാലും കാകളത്തിന്റെ ശബ്ദം അങ്ങോട്ട് ഊതുമ്പം, സ്തോത്രം, കോടി വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമ്പോൾ, സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടങ്ങളിൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം, ആരംഭകാലത്ത് ഇങ്ങനെ തീക്ഷണതയോടെ നിന്നവരാ. അപ്പൊ ഇവര് അകലുന്നതിന് മുമ്പ് ഇവര് അടുത്ത് നിന്നവരാ. അപ്പോൾ ഇവര് പ്രകാശം ലഭിച്ചു. ആ പ്രകാശം ലഭിച്ച കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു. ഇപ്പോഴത്തെ ഈ പുതിയ ഉപദേശക്കാര് പറഞ്ഞ കഷ്ടതയൊക്കെ ശാപമാന്ന. കഷ്ടതയല്ല, ശാപ. അടിക്കാനായിട്ട് കുറെ അവന്മാര് ഇറങ്ങിയിട്ടുമുണ്ട്. കഷ്ടതയെല്ലാം മാറി. അവര് വലിയ വീടും കോടിക്കണക്കിന് വീടും ഒക്കെ വെച്ച് ചിലരുടെ വീടിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കണ്ടില്ലല്ലോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പൊ തന്നെ 20 വർഷമായിട്ട് തുള്ളുന്ന മേരിക്ക് ഓലപ്പര പോലും ഇല്ല. മേര് തുള്ളിപ്പറമെന്നല്ലാതെ 2 പേരും ഒരു ദൈവത്തെയാണ് വിളിക്കുന്നത്. അവനൊന്ന് യേശുവിന്റെ നാമത്തിൽ മേരി മൊത്തം ഇവിടെ കൂടെ വീടുന്നതല്ലാതെ യാതൊരു ഗുണവും വരുന്നില്ല. എമ്പക്കരന്ന് ഓരോ ആഴ്ചയിലും പിണ്ണതയിലും മേടിച്ച് തൂക്കുന്നുണ്ട്. വലിയ കാര്യമുള്ള കാര്യം. ഇപ്പൊ പുതിയ ഉപദേശക്കാര് പറയുന്നത് കഷ്ടത അത് ശാപമാണ്. ശാപമല്ല, ഇതൊരു വരമാ. സ്തോത്രം. ഇതൊരു വരമാണ്. കഷ്ടം സഹിപ്പാൻ നിങ്ങൾക്ക് വരമാ. TPM-കാര് പാടുന്ന പാട്ട് ഞാൻ എപ്പോഴും പാടും, നിങ്ങൾക്കും അറിയാം, നമുക്ക് ഒന്നിച്ച് പാടാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെട്ടിടുവീൻ, എന്നൊരു ചെയ്ത ജയവീരനൻ കൂടെയുള്ളതിനാൽ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ,
ഒരു വരമാണ്. ഇവര് പ്രകാശം ലഭിച്ചു, കൃപയിൽ വന്ന്. ശ്രദ്ധിക്കുക, ഇവര് പ്രകാശം ലഭിച്ചു, ഇവർ രക്ഷിക്കപ്പെട്ട ഈ മാർഗത്തിൽ വന്നവരാ. അന്ന് പീഡകൾ, നിന്ദകൾ, കഷ്ടത ഇതെല്ലാം സഹിച്ചു നിന്നവരാ. നാട്ടുകാർക്കെല്ലാം കൂത്തുകാഴ്ചയായിരുന്നു, പക്ഷെ വിശ്വാസം വിട്ടില്ല, ധീരതയോടെ നിന്നു. എത്ര പിതാക്കന്മാരും മാതാക്കളും കഷ്ടതയുടെ തീച്ചൂളക്കൂടെ പോയി പാടുപെട്ട് പ്രാർത്ഥിച്ചു, ആത്മാവിൽ ബലപ്പെട്ട് നിറഞ്ഞതിന്റെ ഫലമാ ഞാൻ നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കരുണയാ. ഓടിച്ചു പോകാൻ സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ട്, ഒന്ന്, ഇവര് പ്രകാശനം ലഭിച്ചവരാ, സാക്ഷാൽ വെളിച്ചം ലഭിച്ച് കഷ്ടങ്ങളിൽ പോരാടി ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നതാ ആരംഭകാലത്ത്. രണ്ട്, ഇവരുടെ ആരംഭകാലത്ത് ഇവര് വിശുദ്ധന്മാരെ നല്ലതുപോലെ ശുശ്രൂഷിച്ചവരാ. വിശുദ്ധന്മാരെ 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള തിരുവെടുത്ത് അറിവുള്ള വാക്യം എന്നാലും വായിച്ചോ ശിവപാസ്റ്ററെ. 6:9. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും നാമത്തോട് കാണിച്ച സ്നേഹം എല്ലാം ശ്രദ്ധിച്ചേ. അപ്പൊ ആരംഭകാലത്ത് ഒന്ന്, ഇവര് പ്രകാശനം ലഭിച്ചു, ഈ വിശ്വാസത്തിന് വേണ്ടി പൊരുതി പോരാടി നിന്നു ആരംഭകാലത്ത്. രണ്ട്, ആരംഭകാലത്ത് ഇവർ വിശുദ്ധന്മാരെ നല്ലതുപോലെ ശുശ്രൂഷിച്ചു. അത്രയ്ക്ക് നല്ല തീക്ഷണതയായിരുന്നു. പിള്ളേർക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും ഉപദേശിമാർക്ക് കൊടുത്ത അപ്പനും അമ്മയുണ്ട്. 2 കോഴി മുട്ട ഇട്ട കൊച്ചുങ്ങൾ കൊടുക്കില്ല. കൊച്ചുങ്ങളെല്ലാം പേരേക്ക് കോഴി കൊക്കുന്നു കേട്ടു, പക്ഷെ മുട്ട കാണുന്നില്ല. കോഴി ആദ്യത്തെ കൊക്കിനെ അമ്മ മുട്ടയെടുത്ത് അരിക്കകത്ത് പാത്ത് വെച്ചു. പണ്ടൊക്കെ അരിയാ, മംഗലത്തിനകത്ത് അരി ഇടും. അരി മാന്തിയ അതിനകത്ത് നമുക്കൊന്നും അറിയാൻ മേല, അറിയത്തില്ല. പഴയ ചരിത്രമെല്ലാം പൊളിക്കും മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ. ഇപ്പൊ നിനക്ക് ഇച്ചിരി പോറും കാശും ഒക്കെ കൊണ്ട് നീ ഇങ്ങനെ പഴയ ചരിത്രം ഞാൻ പൊളിച്ച പോകും. സ്തോത്രം. പണ്ട് കാലത്ത് അങ്ങനായിരുന്നു. ആ പാത്ത് വെക്കുന്ന മുട്ട ഉപദേശിമാരുടെ തലവട്ടം കാണുമ്പോൾ അമ്മ മുട്ടയെടുത്ത് പുഴുങ്ങും. മുട്ടയും കട്ടനും പഞ്ചാരയൊന്നും ഇല്ല. അപ്പൊ പിന്നെ എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടം പോലെ പഞ്ചാര വിൽക്കാൻ വരെ ഉണ്ട്. ആ ഇരിപ്പ് കാണും പറയും, പക്ഷെ ഒല്ലോട് വേണം തരാം. അത് പഞ്ചാരയൊന്നും. ആ മുട്ട പൊടിക്കുന്ന കട്ടനും അതൊക്കെ ഉപദേശിമാരും ക്ഷീണിച്ചൊക്കെ അല്ലേ വന്നത്. അതുങ്ങൾ ഉപദേശിമാർക്ക് മുട്ട കഴിക്കാമെന്ന്. ഇപ്പൊ അവർക്കും പരുവൊക്കെ, പക്ഷേ 2 മുട്ട, ഇതാ മുട്ട. ഏറെ നാളുകൾക്ക് ശേഷമാണ് അതിന് വീട്ടിൽ മുട്ട മേടിക്കാറില്ല. മേടിച്ചാൽ ഞാൻ മുട്ട തട്ടും. അതുകൊണ്ട് ചിന്നമ്മ കഴിക്കാനും പോയി. പരുവക്കേടായി എല്ലാത്തിനും. എന്നാൽ അന്ന് ഇതെല്ലാം കൊടുക്കും. വിശുദ്ധന്മാരെ നല്ലതുപോലെ ശുശ്രൂഷിക്കും. പാസ്റ്റർ എം.വി. വർഗീസ് അവർ പറഞ്ഞൊരു സാക്ഷ്യം എപ്പോഴും, അദ്ദേഹം സരസനും രസികനുമാണല്ലോ വേച്ചാനെ. അപ്പം എന്നെ വലിയ ബഹുമാനമാണ്. എനിക്ക് അദ്ദേഹത്തെ ആദരവും ബഹുമാനവും ഒരല്പം ഭയവും ഒക്കെയാണ്. ഭയങ്കര ബഹുമാനമാണ് പാസ്റ്റർ എം.വി. വർഗീസ് അവർ മേക്കാട്ട് വേച്ചാനെ. അപ്പം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ രസകരമായിട്ട്, പുള്ളി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ യോഗം നടത്താൻ പോയി. ഇപ്പോഴല്ല, രാത്രി യോഗം. ആ രാത്രി യോഗം കഴിഞ്ഞപ്പം വീട്ടിലെ അമ്മച്ചി പറഞ്ഞു, വേച്ച ഇന്ന് പോകണ്ട, ഇവിടെ തങ്ങ്, ഓലപ്പരയാ, ഇനിയിപ്പം അങ്ങ് അവിടെ വരെ പോകണ്ടേ, പായിപ്പാട് വിയവരം, ഇന്നിവിടെ അങ്ങ് തങ്ങ്. തന്നെയില്ല, കടത്തും കാണാൻ ചിലപ്പം തടസ്സമായിരിക്കും. കടത്തും ചിലപ്പം കണ്ടെന്ന് വരികയത്. ഇന്നിവിടെ വേച്ചാൻ പറഞ്ഞു, ഇല്ല വെച്ചപ്പോൾ ഞാനങ്ങ് പോട്ടെ. ഇവിടെ തന്നെ ഓലപ്പര ആയതുകൊണ്ടാണ്. അങ്ങനെ ചോദിച്ചപ്പം വേച്ചാൻ അതിന് വശമ്മതനായി. അവർക്കൊരു പ്രയാസം വേണ്ട. അന്ന് അവിടെ തങ്ങി. ആനവായം വരെയാ. എന്തിനേറെ രാത്രി ചതച്ചു കുത്തിയ മഴ. ഈ തങ്ങാനുള്ള ഉദ്ദേശത്തിലല്ലോ പോയത് കൊണ്ട് ഒരു ജോഡി ഡ്രസ്സേ ഉള്ളായിരുന്നു. വെളുക്കാറാകുമ്പോൾ ആ ഡ്രസ്സ് വിട്ടുകൊണ്ട് തന്നെ ഇഞ്ഞ് വീട് പറ്റാം, ആരും കാണത്തുമില്ല. ആ ചിന്തയിലാ വിശ്രമിച്ചത്. പക്ഷെ രാത്രി ചതച്ചു കുത്തിയ മഴ. ഇട്ട വസ്ത്രം അങ്ങ് നനഞ്ഞു. കാറ്റും മഴയും ഇതിങ്ങനെ ചോരുക. പാത്രമൊക്കെ എടുത്ത് വെച്ചൊരു പരുവത്തിനായി എല്ലാവരും കുത്തിയിരിക്കുക. കൊച്ചമ്മയും പിള്ളേരും വേച്ചാനും എല്ലാം കുത്തിയിരിക്കുക. തണുത്ത്. അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു, വേച്ചനാകെ തണുത്തല്ലോ വേച്ച, എന്തോ ചെയ്യാൻ. അപ്പം ഒരു കാര്യം ചെയ്യുക, കച്ചമുറി കൊണ്ട് കൊടുത്തു. വെളുപ്പിനെ പോകണമെന്ന് പറഞ്ഞാൽ വിശ്രമിച്ചത്. കച്ചമുറി കൊടുത്തു. കച്ചമുറി ഉഴുത്ത മുണ്ട് പിഴിഞ്ഞ്
മാറ്റിയിട്ടേച്ച് മഴ ഏകദേശം തോർന്നു. കച്ചമുറി കൊടുത്തു. പിന്നെയും കൊച്ചമ്മ അതെല്ലാം അടുക്കി പെറുക്കി എല്ലാം വന്നപ്പോൾ പിന്നെയും അങ്ങനെ നനഞ്ഞിരിക്കുക. അയ്യോ ഉപയോഗിച്ചത് തണുക്കുന്നല്ലോ. ഒരു കവണി, പഴയ കവണി, നല്ല ചൂടാ. പഴയ അമ്മമാരുടെ കവണി കണ്ടിട്ടില്ലേ? അതും കണ്ടിട്ടില്ല. അയ്യോ കവണി ഇവിടെ എന്നാ പറയുന്നത്? അത് പറയാൻ നേരിയത്, എന്നാ നേരിയത്, അതിൻ്റെ ഒരു ചൂടുമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുത്ത്. അപ്പം അത് പുതച്ചു. അങ്ങനെ പിന്നെ നേരം വെളുക്കാറായി. അപ്പം വെളുക്കാറായപ്പോൾ കട്ടൻ കൊണ്ട് കൊടുത്ത് ചോദിച്ചു, ബേച്ച എങ്ങനെ എപ്പോഴാണ് പോകുന്നത്? പുള്ളി രസകരമായിട്ട് പറഞ്ഞു, കൊച്ചമ്മേ പോകാൻ പോവാ, ചട്ടയും കൂടെ തരികാരനെ അങ്ങ് പോയേക്കാന്ന് പറഞ്ഞു. കാരണം കച്ചമുറിയും കിട്ടി, വെളുക്കാറായപ്പോൾ കവണി കിട്ടി, അന്നേരം ചട്ടയും കുടിഞ്ഞ് തരികയാണേ. രസകരമായിട്ട് വേവിച്ചാൻ പറഞ്ഞതാ, അതിനകത്ത് ആ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെയായിരുന്നു പ്രാരംഭത്തിൽ ഈ വേല. സ്തോത്രം. ഒരു യോഗത്തിന് അപ്പനും അമ്മയും ഒന്നിച്ച് വരത്തില്ല. ഉപദേശിക്കൊരു സംശയം, ഇവര് ബഹളമാണോ? അവസാനം ഇടഞ്ഞു ചോദിച്ചപ്പം ആകെ ഒരു മുണ്ടേ ഉള്ളൂ. അതുടുത്തോണ്ട് കൊച്ചമ്മ പകല് വരും, അത് മാറി കൊടുത്ത് അച്ചായൻ രാത്രി വരും. ഇതായിരുന്നു പെന്തിക്കോസിന്റെ ആരംഭം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നാട്ടില്ല, വീടില്ല, കൂടുമില്ല, കൂടെ വരാനേറെ ആളുമില്ല. നാടില്ല, വീടില്ല, കൂടുമില്ല, കൂടെ വരാനേറെ ആളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവായനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്. പോകാമിനി നമുക്ക്, പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ, പോകാമിനി ഇനി നമുക്ക്, പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ, പോകാമിനി. ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ ആരംഭകാലത്ത് ഇങ്ങനെ തീഷ്ണതയോടെ ഇവർ ദൈവത്തെ സേവിച്ചവരാ. ഒന്ന് ഇവരെ ദിവ്യപ്രകാശമാകുന്ന യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത്, രണ്ട് വിശുദ്ധന്മാരെ നല്ലതുപോലെ ശുശ്രൂഷിച്ച്, ഞാൻ കമ്പിവാചകം പോലെ പറയാം. 3 സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സാധിച്ചു. 10:34 വായിച്ചേ. 10-ാം അധ്യായത്തിന്റെ 34. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചു. ആരംഭകാലത്ത് പെന്തിക്കോസ് പോയത് കൊണ്ട് വസ്തു ഭാഗോടമ്പടി ചെയ്തപ്പോ കൊടുത്തില്ല. അപ്പന്റെ കൊങ്ങായ്ക്കും പിടിച്ചില്ല, വെണ്ടറെ തല്ലിയില്ല, മാവേലിക്കര കോടതി കേസും കൊടുത്തില്ല. പുസ്തകം എടുത്തുകൊണ്ട് സ്വോത്രം പറഞ്ഞിറങ്ങി. പക്ഷെ കുഴപ്പമൊന്നും വന്നില്ല. അളവുനൂല് മനോഹര ദേശത്ത് വീണ് നല്ലൊരു അവകാശം ലഭിച്ചു. അങ്ങനെയായിരുന്നു ആരംഭത്തിൽ. ഇന്നിപ്പോ അങ്ങനെ വസ്തു ഭാഗോടം പിടിയുമ്പോൾ തന്നില്ലെങ്കിൽ നല്ല ചേലായി എന്നാ പറഞ്ഞ വിശ്വാസമൊക്കെ കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കാൻ തനിനിറം ഞാൻ ഒറ്റയെടുത്തന്നെ ഞാൻ അടിച്ചതിനകത്ത് കയറ്റുകയില്ല. കയറിയാൽ ഞാൻ കുതി വെട്ടും. നിങ്ങൾക്ക് അറിയത്തില്ല കോട്ടമല ഞാൻ ആരാന്ന്. കോട്ടമല ബേബി. അല്ല ഒരു ഡയലോഗും അത് ഞാൻ എടുക്കണം. സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചെന്ന്. എന്തിനെ? ആരംഭകാലത്ത്. അത് വിശ്വാസത്തിന് വേണ്ടിയാ. അങ്ങനെ സഹിച്ച് പോരാടി ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്നവരാ. ഞാൻ അധികം വിവരിക്കാനായിട്ട് തുനിയുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഇങ്ങനെയായിരുന്നു ആരംഭകാലത്ത്. മുൻപ് 3 അവസ്ഥയാ. 1 പ്രകാശം ലഭിച്ചു. 2 വിശുദ്ധന്മാരെ നല്ലതുപോലെ ശുശ്രൂഷിച്ചു. 3 സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച് തീക്ഷണതയോടെ നിന്നു. അങ്ങനെ നിന്നവർ ഇപ്പൊ അകന്നു. അകലാൻ 3 കാരണം. എല്ലാവരും 3 കാരണം പറയാം, അതിനേ ഉള്ളു സമയം. അകന്നു പോകാൻ ഒരു 3 കാരണം. ആ 3 കാരണത്തിൽ 1 അവൻ ഭയം. അകത്ത് ഭയം കയറി. അതാ അകലാൻ കാര്യം. ഭയം.
അവിടെ ഭയമെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ധൈര്യത്തോടെ വരാനാ. അപ്പൊ ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാ? ഭയമുള്ളത് കൊണ്ടാ. 20-ാം വാക്യം വായിച്ച 21 വായിച്ചു. 21. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലുള്ള പ്രവേശനത്തിന് ധൈര്യം. അപ്പൊ ധൈര്യം വേണം. ധൈര്യം ഇല്ലാഞ്ഞത് കൊണ്ടാണല്ലോ പറഞ്ഞ ധൈര്യം വേണമെന്ന്. ധൈര്യമില്ലാത്തതിന്റെ കാരണം എന്നാ? ഭയമുള്ളത് കൊണ്ട്. അപ്പം അകന്നു പോകാൻ ഒന്നാമത്തെ കാര്യം ഭയം. ഈ ഭയം വരാൻ കാര്യം എന്നാ? പാപം ചെയ്യുന്നു. പാപം ചെയ്തുകൊണ്ടല്ലേ ഭയം വരുന്നേ. കർത്താവ് പറഞ്ഞ ലോകത്തിന്റെ പുറകോടുന്നു, എനിക്ക് അവനോട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അവൻ അവകാശം പറഞ്ഞ എൻ്റെ കയ്യിലൊന്നുമില്ല. അതേസമയം ലാഭം വന്നപ്പോ തള്ള എഴുന്നേക്കാതെ അവിടെ നിന്ന് ആത്മാവിലായത്. വിറ്ററി എന്നും പറഞ്ഞ് എഴുന്നേക്കാതെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. റേച്ചൽ ആൻറ്റി, നമ്മൾ പറയും സഭയിൽ നന്നായിട്ട് ആത്മാവിലാകുന്ന റേച്ചൽ ആൻറ്റിയാ. റേച്ചൽ ആൻറ്റി ഇരിക്കുന്നതിന് അടിയിലെ മൂപ്പിലായുടെ ഗൃഹബിംബം, അത് ഒട്ടോകോപ്പിനകത്തിട്ട് അതിന്റെ മേളിൽ പുൽപ്പായിട്ടച്ച് അതിന്റെ മേളിൽ ഇരുന്നാണ് ആരാധിക്കുമ്പോൾ വിടുതൽ. റേച്ചൽ ആൻറ്റി ഇരിക്കുന്നതിന് പുൽപ്പായുടെ അടിയില് ലാവാമ്മ കൂടുപാട് തപ്പുക. പക്ഷെ യാക്കോബിന് പേടിയില്ലായിരുന്നു. യാക്കോബ് പറഞ്ഞു, ഞാൻ 10 കൊല്ലം നിന്റെ വീട്ടിൽ താമസിച്ചു, 10-20 കൊല്ലം, ഈ 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. ഞാൻ നിന്റെ ആടിനെ കണ്ടിച്ചില്ല, വിറ്റില്ല, അവൻ കാണാതെ ഞാൻ ഉത്തരവാദിയാ. പകല് ഞാൻ വെയിൽ കൊണ്ട്, രാത്രി ശീതമേറ്റ് എൻ്റെ കൈ വെടിപ്പാ. ആരുടെയും പക്കലുണ്ട് എന്നെ പിടിച്ചോളാൻ പറഞ്ഞു. ഈ ഭയം വരാൻ കാര്യം പാവമുള്ളത് കൊണ്ടാ. തള്ള ആദ്യം പറിച്ചു തിന്നു, അങ്ങേർക്കും കൊടുത്തു. വെയിലാറിയപ്പം ദൈവം വന്നു. അന്നേരം എം ഇ വർഗീസ് പറഞ്ഞത് കടമെടുക്കുക, സാറ്റ് കളി. ആദാമേ കണ്ടേ, കണ്ട തലേന്ന് വന്നപ്പോ സാറ്റില്ലായിരുന്നല്ലോ, അന്ന് കബഡി അല്ലായിരുന്നോ? കബഡി എന്ന് പറഞ്ഞ് ഓടിച്ചെന്നില്ലേ? നമ്മുടെ നാട്ടിലെ വെച്ച കബഡി കളിയാണ്. കബഡി എന്ന് പറഞ്ഞ് പുറകോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ആ കളി അറിയാം, നിങ്ങൾക്ക് എന്നാ കളി അറിയാം, പിന്നെ നിങ്ങൾക്ക് എന്തേലും അറിയാന്ന് പറ. അങ്ങനല്ലേ ശരി? കബഡി കളിക്കുമ്പോ കബഡി കളിച്ച് പുറകോട്ടാണോ പോകുന്നത്? കബഡി എന്ന് പറഞ്ഞ് മുന്നോട്ടല്ലേ? തലേന്ന് കബഡി, പിറ്റേന്ന് വന്നപ്പോ സാറ്റ് കളി. പാപം ചെയ്തതുകൊണ്ട് അതിമനുജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീഴ്ത്തുകത്തിൽ വന്ന പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ, ആദിമനുജനാം ആദാമിൽ കൂടല്ലോ, ആദിമനുജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നതോ. ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീഴ്ത്തുകത്തു വന്ന പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. അപ്പൊ ശ്രദ്ധിക്കുക, അകന്നു പോകാൻ 3 കാരണമാണ്. ഒന്ന് ഭയം. ആ ഭയം ഉണ്ടാകാൻ കാര്യം പാപം. അതിലോട്ടൊന്നും ഞാൻ അധികം കിടക്കുന്നില്ല. ഭയമില്ലാത്തത് കൊണ്ടില്ലയോ ധൈര്യമില്ലാത്തത്. ധൈര്യമില്ലാത്തത് കൊണ്ടല്ലയോ പറഞ്ഞ ധൈര്യത്തോടെ വരാൻ. അപ്പൊ അതിന്റെ ചിന്തനീയമായ വിഷയം ഭയം. 2, അകന്നു പോകാൻ രണ്ടാമത്തെ കാര്യം ദുർമനസാക്ഷി. നല്ല മനസാക്ഷി ഇപ്പൊ ഇല്ല. 22-ാം വാക്യം വായിച്ചേ. ദുർമനസാക്ഷി. നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. അപ്പൊ ഇപ്പൊ നല്ല മനസാക്ഷി ഇല്ല. പെന്തക്കോസ്ത് വന്നപ്പോ നല്ല മനസാക്ഷിയായിരുന്നു. ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞ് ദുർമനസാക്ഷി. ഒരു ഭിക്ഷക്കാരൻ വന്നാൽ പോലും 5 രൂപ കൊടുക്കുകയല്ല, അന്നേരം പട്ടിയെ തുറന്നു വിടും. എന്നാ സമയായോ?
ഇപ്പം പെയ്തോമിന്നായിരിക്കും സാധാരണ 9:50 നിർത്തുന്നതാ. ഇന്ന് പറഞ്ഞു തരും, ഒരു 10:30 പറഞ്ഞു തരും. അപ്പൊ ശ്രദ്ധിക്കുക. എനിക്ക് ഞാൻ ആദ്യമേ ചോദിച്ചത് അമ്മ എപ്പോഴാന്നൊക്കെ പൊക്കോട്ടെന്ന് പറഞ്ഞു പോവുക. അപ്പൊ ശ്രദ്ധിക്കുക, ദുർമനസാക്ഷി. നല്ല മനസാക്ഷി ഇപ്പൊ ഇല്ല, അതുകൊണ്ട് അകന്ന് നിൽക്കുന്നത്. നല്ല മനസാക്ഷി ഇല്ല. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങളുടെ ചിലരുടെ മുഖത്തിൻ്റെ ഒരു മ്ലാനതയും ഒരു വാട്ടവും തട്ടുന്നതായിട്ട് ഞാൻ ദർശിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നല്ല മനസാക്ഷി വേണം. സ്തോത്രം. നല്ല മനസാക്ഷി വേണം. അപ്പൊ ഈ ദുർമനസാക്ഷി, ഒന്ന് ഭയം, അതുകൊണ്ട് അകന്ന് നിൽക്കുന്നത്. 2 മനസാക്ഷി നല്ലതല്ല. ദൈവമക്കൾ മനസാക്ഷിയോട് ഇടപെടണം. ഞാൻ പറയാനുണ്ട്, ഉച്ച സമയത്ത് നമ്മുടെ വീട്ടിൽ പിച്ചക്കാരൻ വന്നാലും ഭക്ഷണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം. ചിലപ്പോൾ എല്ലാവരും വിശ്വസിച്ച് അകത്ത് കയറ്റാൻ ഒത്തൊന്ന് വരികയല്ല, കാലം വല്ലാത്തതാ, കൊടുത്തേക്കണം. വെളിയിലാന്നില്ല, അല്ല ഒരു പൊതി കെട്ടിയാന്നേലും അവൻ വിശന്നാ വരുന്നെങ്കിൽ. രാവിലെ വരെയാണ് നമ്മുടെ വീട്ടിൽ വന്നു, കട്ടൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കട്ടൻ കുടിക്കുന്നയാളാന്ന് ഒരു ഗ്ലാസ്, അല്ലാതെ ഗ്രില്ലെ പിടിച്ചോണ്ട് തന്നെ ഉണ്ട്. പിന്നെ വിഷയം വേറെ തന്നെ ഉണ്ട്. പിന്നെ എന്നാ ഉണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഓർക്കാറുണ്ട്. പിന്നെ എന്നാ ഉണ്ട്, അല്ലേ വേറെ എന്നാ ഉണ്ട്. ചുമ്മാ വായ്ത്താളം അടിക്കാന്നല്ലാതെ എന്നെ കൊണ്ട് കാശിന്. സ്തോത്രം. നല്ല മനസാക്ഷി വേണ്ടേ. 1 ഭയം, അതുകൊണ്ട് അകന്നു പോയത്. 2 ദുർമനസാക്ഷി. 3 പരമാർത്ഥ ഹൃദയമില്ല. 22-ാം വാക്യം വായിച്ച പരമാർത്ഥ ഹൃദയമില്ല. പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. അപ്പൊ പരമാർത്ഥ ഹൃദയമില്ല, അതുകൊണ്ടാ പറഞ്ഞ പരമാർത്ഥ ഹൃദയത്തോടെ. ഹൃദയമുണ്ട്, പക്ഷെ പരമാർത്ഥ ഹൃദയം. ചിലർക്ക് ഹൃദയവുമില്ല. അതിനാ കർത്താവിന് കൊടുത്തു. ആശാരി ഉപദേശി ഈ പാലത്തിന് ഇവിടെ യോഗം നടത്തുമ്പം 74-ലാന്ന് തോന്നുന്നു കർത്താവിന് ഹൃദയം കൊടുത്തു. ആണോ? പിന്നെ അന്ന് കൊടുത്തതാ. അതുകൊണ്ടല്ലേ സ്വന്തം സഹോദരന്റെ മിണ്ടാത്ത. അച്ചായന് ക്ലിക്ക് ചെയ്തു. സ്വന്തം സഹോദരനോട് മിണ്ടുന്നില്ല, കാരണം ഹൃദയം കർത്താവിന് കൊടുത്തു. അയലത്തുകാരുമായിട്ട് മിണ്ടുന്നില്ല, ഹൃദയം. ഒരു സഭയിലെ ആരാധിക്കുന്നത് തമ്മിൽ മിണ്ടത്തുമില്ല, കയ്യും കൊടുക്കുകയില്ല, കാരണം ആർക്കും ഹൃദയമില്ല. എല്ലാവരും ഹൃദയം. പഴയ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കുമ്പനാട്ട് വെച്ച് കൊടുത്തതാ. ഇടക്കാലത്ത് വന്ന പുള്ളി പറഞ്ഞ മാവേലിക്കരെ KT മാത്യുവിന്റെ കാലത്താ ഹൃദയം കൊടുത്തത്. അടുത്ത കാലത്ത് വന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു സുരേഷ് ബാബു വന്നപ്പോൾ ഞാൻ മൊത്തം ഹൃദയം കൊടുത്തു. ഇപ്പൊ ഒറ്റ ഒരുത്തനും ഹൃദയം. പണ്ട് കൊരങ്ങച്ചൻ പറഞ്ഞായിരുന്നു, അയ്യോ അവിടെ വെച്ച് പറയണ്ട, ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ ഹൃദയം കൊണ്ടുപോവുകയല്ല. അപ്പം മുതൽ ചോദിച്ചു, പിന്നെ ഞാൻ അത്തിമരത്തെ വെച്ചേക്കാം, ഞാൻ വീടിന് വെളിയിൽ പോയ ഹൃദയമായിട്ട്. അങ്ങനെയുള്ള ബന്ധിക്കോസുകാരുണ്ട്. വെളിയിട്ടിറങ്ങി ഒരു പിച്ചക്കാരൻ വന്ന കൊടുക്കത്തില്ല, കാരണം ഹൃദയം എവിടെ ഇരിക്കുക. അലമാരിക്കകത്ത് വെച്ച് ഗോതറഞ്ഞിന് താഴിട്ട്, കാരണം അത്ര സുരക്ഷിതമായിട്ട് വെക്കണ്ടേ, ഹൃദയമല്ലേ. പണ്ടൊരുത്ത ബസ്സേ കയറിയിരുന്നപ്പോൾ കേട്ടതിന്റെ വെളിച്ചത്തില്ല. ബസ്സേ കയറിയപ്പോൾ ഒരുത്തം താഴെ നിന്ന് കൈ നീട്ടി, എന്തെങ്കിലും തരണമെന്ന്. എന്നെ പുള്ളി നോക്കി, അയ്യോ കൊടുക്കാന്ന് ഓർത്ത പുള്ളി പോക്കറ്റിൽ നിന്ന് അന്നത്തെ കാലത്ത് 50 രൂപ എടുത്തു. 50-ന്റെ നോട്ട് എടുത്തു. അപ്പൊ അവനും താഴെ പിച്ചക്കാരന് സന്തോഷം, അയ്യോ 50-ന്റെ ഒരുമാനപ്പെട്ടവരാരും തന്നിട്ടില്ല. അവൻ സന്തോഷത്തും കൊണ്ട് അവന്റെ അശ്രുക്കള് പൊഴിഞ്ഞു, സന്തോഷാശ്രുക്കള്. പുള്ളി അത് കൊടുക്കാൻ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പുള്ളി അയ്യോ തരത്തില്ല. അതിനാ നിയമം, കയ്യും തലയും പുറത്തിടരുത്, പോക്കറ്റ് ഇട്ടു. എന്തൊരു നിയമം പാലിക്കുന്ന ആള്, കയ്യും തലയും. ഹൃദയമില്ല. ഇവിടെ പേര്, പ്രശസ്തി, സ്ഥാനവും മാനവും കസേരയൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല ഹൃദയം വേണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഉപദേശം അങ്ങനെ, ഹൃദയശുദ്ധിയുള്ളവർ അവരാ ദൈവത്തെ കാണുന്നത്. പൂർണ്ണഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പൂർണ്ണഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ.
മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാ. മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാ. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസ. മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാ. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാ നിശ്ചയം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്ക് കസേര കിട്ടിയില്ലേലും പോസ്റ്ററിൽ പേരൊന്നും വന്നില്ലെങ്കിലും പ്രശസ്തി ഒന്നും ഇപ്പൊ അങ്ങനാണല്ലോ, വലിയ കട്ടൗട്ട്. ചുമ്മാ ചപ്പളാത്തി അടിച്ച് നടന്നവനല്ലാവാ. ഫോട്ടോ വലുതാക്കിയില്ലേ പ്രശ്നം. പേര് വലുതായിട്ട് നോട്ടീസ്, പേര് വലുതായിട്ട് വെച്ചില്ലേ. ഒരു കൂറയില്ലാതെ തെണ്ടി നടന്നവനെല്ലാം. ഇത് കൂടുതൽ എന്നാ പറയാനാ? ഞാൻ പറയും. ഇതിനൊന്നും പറഞ്ഞ ഞാൻ മക വെച്ച് തരികയല്ല, പോയി പണി നോക്കാം. എടാ, ഈ പുസ്തകം എടുത്തതാ നിന്റെ രക്ഷ. നിനക്ക് ആരെങ്കിലും പച്ചവെള്ളം തരുന്നുണ്ട്, ഇതെടുത്തത് കൊണ്ടാ. നിനക്കൊരു കസേര വലിച്ച് ആരെങ്കിലും ഇട്ട് തരുന്നുണ്ട്, ഇതെടുത്തത് കൊണ്ടാ. നിന്റെ കുടുംബശ്രേഷ്ഠതയോ മെച്ചവോ ഒന്നുമല്ല, ഇതെടുത്തതാ നിന്റെ ഭാഗ്യം. പൗലോസ് പറഞ്ഞ പണം കടമെടുക്കാൻ ഞെളിയാതെ ഭയപ്പെടും ദൈവത്തെ. സ്തോത്രം. ഇപ്പൊ ചിലക്കൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇതെന്തോ അത് ചിക്കൻ? നോ. ഇത് അത് മട്ടൻ. ഗ്രില്ലുണ്ടോ? താണ്ടെ ഗ്രില്ലല്ലേ. എൻ്റെ അല്ല അഹങ്കാരം. ഗ്രില്ലുണ്ടോന്ന് നീ എളിയാതെ ദൈവത്തെ ഭയപ്പെടും. അല്ലോ ആയത് ദൈവകൃപ കൊണ്ടാണ്. ആയുസ് ഒടിരിക്കുന്നത് അവിടുത്തെ കരുണ കൊണ്ടാണ്. ശ്വാസം വിടുന്നതും എടുക്കുന്നതും അവിടുത്തെ ദയ കൊണ്ടാണ്. വിലാപങ്ങൾ വായിക്കുന്നില്ല, മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ ഓടിച്ചങ്ങ് നിർത്തുക. കർത്താവിന് മകത്വം. പരമാർത്ഥ ഹൃദയമില്ല, പരമാർത്ഥ ഹൃദയം ഇല്ല. നല്ലൊരു ഹൃദയം വേണം. പേരും പ്രശസ്തി, സ്ഥാനവും മാനവും, അങ്ങാടി വന്നനവും പള്ളി മുഖ്യാസനവും റബ്ബി റബ്ബുനി ഒന്നും വിളി കേട്ടില്ലെങ്കിലും ഹൃദയം നല്ലതായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നത്. അല്ലാതെ തമ്പേർ തല്ലിപ്പൊട്ടിച്ചാലൊന്നും ദൈവത്തെ കാണുകയില്ല. മാസത്തെ 4 തമ്പേർ കുമ്പനാട്ടിൽ നിന്ന് അതിനെ ദൈവം വന്നെന്നും പറഞ്ഞു, ദൈവം വന്നെന്നും പറഞ്ഞ് പണ്ടെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി. ദൈവം വന്ന്, ദൈവം വന്നെന്ന്. അപ്പൊ അവര് ചോദിച്ചു, ഇന്നെന്നാടാ പതിവില്ലാത്തൊരു ബഹളം പാളയത്തിൽ? പെലിസരി ചോദിച്ചു, ഇന്നെന്നാ പതിവില്ലാത്തൊരു പ്രൈസാൻ പറിച്ച് പോര് ചാട്ടോ? എന്നാ അവർ പറഞ്ഞു ദൈവം വന്നടാന്ന്. ഇയോടി ദൈവം വന്നോ? പിന്നെ ദൈവം വന്നതിന്റെ ബഹളമല്ലേ ആ നടക്കുന്നത്. ദൈവം വന്നെന്നും പറഞ്ഞ് എല്ലാം കൂടെ പോയി. ആണുങ്ങൾ കയറി അടിച്ച് നിരത്തുകയല്ല, പെട്ടകം അവര് ആമ്പിള്ളേർ കൊണ്ടുപോവുകയും ചെയ്തു. എല്ലാം തണ്ട പട്ട് കിടക്കുന്നു. പെട്ടകം പെലിസരി കൊണ്ടുപോയി. ഒരുത്തന് ഓടി വന്ന് പിന്നെ റവറൻറ്റിനോട് പറഞ്ഞു, മെയിൻ പാസ്റ്ററോട്. അയാൾ പുറകോട്ട് വീണ് കടുത്തൊടിഞ്ഞ് ഡോക്ടർ റവറൻറ്റ് താണ്ട കിടന്നൊടിഞ്ഞു. മൂത്ത മോൻ്റെ ഭാര്യ, ഫിനേഹാസിന്റെ ഭാര്യ, പൂർണ്ണ ഗർഭവതി. ഇത് കേട്ടപ്പോൾ അവള് പെട്ടകം പോയെന്ന് പറഞ്ഞപ്പോൾ അവൾ അന്നേരം ഡെലിവറി.
അവിടെ കാര്യത്തിനൊരു തീരുമാനമായി. ഒരു കൊച്ചിനെ ഇട്ടു, ഈ ബോധം മകത്തം പോയെന്ന്. എന്തിനാ മകത്തം പോയതില്ല അങ്ങോട്ട് സഭയ്ക്കകത്ത്? കസേര നിറച്ചു വന്നിരിക്കുക, എല്ലാത്തിൻ്റെയും മകത്തം പോയതാ. ഒരു സ്തോത്രവും പറയുകയല്ല, കൈ വടിക്കുകയല്ല, ദൈവത്തെയും ചോദിക്കുകയല്ല, ബൈബിളും കൊണ്ടുവരികയല്ല, വായിക്കുകയല്ല, ചുമ്മാ വന്ന് ഇങ്ങനെ ഇരിക്കുക. മകത്തം പോയത് കുറേ എണ്ണം. മുഖത്തോട്ട് നോക്കിയാൽ പോലൊരു വെളിച്ചോ, കറുപ്പിലും വെളുപ്പിലും ഒന്നും വല്ല കാര്യം, ദൈവപ്രസാദമാണ്.